കടാഭാന്വേഷണ രംഗത്ത് വളരെയേറെ മുൻപന്തിയിൽ നിൽക്കുന്നു കേരള പോലീസ്. കേരള പോലീസിന് കളവ്, കൊലപാതകം, ബോംബ് ഭീഷണി തുടങ്ങിയ ഘട്ടങ്ങളിൽ അവിഭാജ്യ ഘടകമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ശ്വാനസേന അഥവാ കെനൈൻ സ്ക്വാഡ്. എന്താണ് കെനൈൻ സ്ക്വാഡ്? ഇംഗ്ലീഷ് ഫ്രഞ്ച് വാക്കുകളായ കെനൈൻ അഥവാ ഡോഗ് എന്ന വാക്കിൽ നിന്നാണ് കെനൈൻ സ്ക്വാഡിന്റെ ആവിർഭാവം. കടാവർ ഡോഗുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വയനാട് ദുരന്തത്തിലൊക്കെ കേരള പോലീസിനെ ദുരന്ത മുഖത്തു നിന്നും അവശിഷ്ടങ്ങളും മറ്റും കണ്ടെത്തുന്നതിന് കേരള പോലീസിനെ സഹായിച്ചത് കടാവർ ഡോഗുകളാണ്. മറ്റൊന്ന് സെർച്ച് ആൻഡ് റെസ്ക്യൂ ഡോഗുകൾ. 15,000 വർഷങ്ങൾക്ക് മുന്നേ ഡോഗിനെ പരിശീലിപ്പിച്ച് മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി. ഈജിപ്തിൽ 750 വർഷം മുൻപ് അടക്കം ചെയ്ത മൺപാത്രങ്ങളിൽ സനൂക്കി എന്ന ഡോഗിന്റെ അവശിഷ്ടം കാണപ്പെട്ടു. കുറ്റാന്വേഷണ രംഗത്ത് കേരള പോലീസിന്റെ അവിഭാജ്യ ഘടകമായ കണ്ണൂർ സിറ്റി, റൂറൽ ജില്ലകളിലെ ഡോഗുകളാണ് നിങ്ങൾക്ക് മുന്നിൽ ഫലനായിരിക്കുന്നത്. പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ചില ആദരവുകളാണ്. അതുമായി സല്യൂട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടി കേരള പോലീസിലെ കണ്ണൂർ സിറ്റി മുൻ ഇൻചാർജ് 28 വർഷക്കാലത്ത് സല്യൂട്ട്. താങ്ക് യു സർ. ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയ ട്രാക്കർ വിഭാഗത്തിൽപ്പെട്ട ഡോഗാണ് റിക്കി. അറ്റൻഷൻ, ഫോർവേഡ് മാർക്ക്. About time. Stand like this. Ricky. 2021 കേരള പോലീസ് അക്കാദമിയിൽ വെച്ച് നാർക്കോട്ടിക് വിഭാഗത്തിൽ വിദഗ്ധ പരിശീലനം പൂർത്തിയാക്കി ഹീറോ. തുടർന്ന് 2023 മുതൽ തുടർച്ചയായി 3 വർഷങ്ങളിൽ സ്റ്റേറ്റ് പോലീസിനെ പ്രതിനിധീകരിച്ച് മെഡൽ നേടുകയും തുടർന്ന് 2 വർഷം തുടർച്ചയായി ഓൾ ഇന്ത്യ ഡ്യൂട്ടി മീറ്റിൽ പങ്കെടുത്ത് ആദരവ് നേടുകയും ചെയ്തു. കണ്ണൂർ റൂറലിന്റെ നാർക്കോട്ടിക് ഡോഗായ ഹീറോയെ ഈ അവസരത്തിൽ കണ്ണൂർ സിറ്റി, റൂറൽ കെനൈൻ സ്ക്വാഡുകൾ ആദരിക്കുന്നു. Attention. High the front. Big mark. Lip. Cara. Yabut. Turn. Lip. Break in the slow time. Slow. Mark. Lip. Right. Cara. Good. Turn. Break and go. Double. Mark. Lip. About. Turn. Lip. About. Turn. Halt. Under this. Dog stay. Unleash. Forward. Mark. Once more. Dog stay. Unleash. Forward. Mark. കുറച്ച് ഗ്യാപ്പിട്ട് നിൽക്കുക. ആൾക്കാർക്ക് കാണാൻ അവിടെ ലൈറ്റ് കുറച്ചുകൂടെ മറിയിക്കും. സ്റ്റാൻഡിസിലില്ല. Dog stay. Unleash. Forward. March.
start from Ricky. തന്റെ യജമാനന്റെ കമന്റുകൾക്കനുസരിച്ച് ശ്രദ്ധാപൂർവം പ്രവർത്തിക്കുകയാണ്. ഡോഗുകൾ സല്യൂട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഇതാണ് അവർ തന്റെ യജമാനനെ, തന്റെ മേലുദ്യോഗസ്ഥരെ വണങ്ങുന്നത്. വളരെ ഭംഗിയായി കിടന്നിരിക്കുകയാണ്. ഉറങ്ങാനുള്ള കമന്റാണ്. Roll, very good. Very good, Subhash. Up. Stay. Come. Alan, heel. 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 The heel correct. Window. Attention. Break off. And next, Ricky, start. Crosswalk. റിക്കിക്ക് പ്രോത്സാഹനം കൊടുക്കുക. നോക്കൂ, എൻ്റെ ഹാൻഡിലുടെ കാലുകൾക്കിടയിലൂടെ വളരെ മന്ദം വളരെ ശ്രദ്ധാപൂർവം വാക്ക് ചെയ്യുന്നത് കാണാം. വെരി ഗുഡ്. വെരി ഗുഡ്. വളരെ ശ്രദ്ധയോടുകൂടി സ്റ്റാൻഡുകൾക്കിടയിലൂടെ ക്രോസ് വാക്ക് ചെയ്യുകയാണ്. മനോഹരമായിട്ടാണ്, എത്ര മനോഹരമായിട്ടാണ് ഡോഗുകൾ ലഹരി വസ്തുക്കൾ കണ്ടുപിടിക്കുന്നത് എന്ന് കാണാം. ഇവിടെ ഈ നിരത്തി വെച്ച ബോക്സുകളിൽ ഒന്നിൽ ലഹരി വസ്തുവുണ്ട്. ആ ലഹരി വസ്തു മണത്ത് മനുഷ്യനേക്കാൾ 45 മടങ്ങോളം ഘ്രാണശേഷിയുള്ള ഡോഗ് എത്ര പെട്ടെന്ന് ആ ലഹരി വസ്തു വളരെ വിദഗ്ധത ഹീറോയുടെ ഊഴമാണ്. ഓക്കെ, ഇവിടെ ഡ്യൂട്ടിക്ക് തയ്യാറാവുകയാണ്. ഒരു സേനാ അംഗം യൂണിഫോം ഇട്ട് തൊപ്പിവെച്ച് ഡ്യൂട്ടിക്ക് തയ്യാറാവുന്ന അതുപോലെ വളരെ ആർജവത്തോടെ ഹാർനസ് ധരിച്ച് ഡ്യൂട്ടിക്ക് തയ്യാറെടുത്ത് കഴിഞ്ഞു ഹീറോ. ഓക്കെ, വെരി ഗുഡ്. ഇതാ തന്റെ യജമാനെ വിളിച്ചറിയിച്ചു കഴിഞ്ഞു. ഇതിനകത്ത് ലഹരി വസ്തു ഉണ്ട് എന്ന് വിളിച്ച് അറിയിച്ചു കഴിഞ്ഞു. വളരെ ഭംഗിയായി കണ്ടുപിടിച്ചിരിക്കുന്നു. ഓക്കെ, ഇതിനകത്ത് ഒരു കഞ്ചാവ് പൊതിയാണ് ഉള്ളത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇതിൽ നിന്നും എങ്ങനെയും ബോക്സിലാണേലും ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. ഈ ബോക്സിന് പകരം 5 പേര് ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വെറുതെ വിടില്ല. പോലീസ് അയാളെ കൊണ്ടുപോകും, മിക്കവാറും ഹീറോ കൊണ്ടുപോകും. ടെൻഷൻ അടിക്കണ്ട കേട്ടോ, ഒന്നും ചെയ്യുന്നില്ല, പിടിക്കണ്ട. കള്ളൻ പിടിക്കും, അല്ല സോറി, ലഹരി വസ്തു കടത്തുന്ന ആളെ പിടിക്കും. അടുത്തത് ഹീറോയുടെ കൂടമാണ്. ഓക്കെ, ഇപ്പോട്ടാണ് ഹീറോ. ഭയങ്കര ത്രില്ലിലാണ്, ഇന്നൊരു പ്രതിയെ പിടിക്കുന്ന ത്രില്ലാണ് ഹീറോ. നോക്കാം. ഓക്കെ, വെരി ഗുഡ്, സ്റ്റാർട്ട്. കൈ കെട്ടിക്കോ. ഹീറോക്ക് പിന്നെയും പലരെയും സംശയമുണ്ട്. വളരെ ആവേശത്തിലാണ്.
ഓക്കെ. നേരത്തെ വെച്ചോണ്ട് ബോക്സിൽ തന്നെ അറിയാം എവിടെയോ ഉണ്ട്. വെരി ഗുഡ്. കറക്റ്റാണോ? ഒന്നെടുത്ത് കാണിച്ചു കൊടുക്കുക. ഇത്രയും ശ്വാസം പിടിച്ച് നിൽക്കുന്ന നിമിഷങ്ങളാണ്. കറക്റ്റായിട്ട് ആളെ ഡിറ്റക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. ഇവിടെ ഞാൻ പറഞ്ഞു 9 മാസ കാലയളവിൽ ട്രെയിനിങ് പൂർത്തിയാക്കിയാണ് ഇവർ സേനയുടെ ഭാഗമാകുന്നത് എന്ന് പറഞ്ഞു. ഇനി അവരുടെ അച്ചടക്കം, അവരുടെ അനുസരണ എങ്ങനെയുണ്ട് എന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു 4 പേര് മതി. കറക്റ്റ് 4 പേർ, ലെഫ്റ്റ് റൈറ്റ് 2 പേര് വെച്ച് 4 പേര് വരിക. കം എന്ന് പറഞ്ഞ് അവരെ വിളിക്കാൻ വേണ്ടിയാണ്. സ്നേഹത്തോടെ വിളിച്ചാൽ ആരൊക്കെ വിളിച്ചാൽ വരുമെന്ന് നോക്കാം. ആ റൈറ്റ് സൈഡിൽ ഓടുന്നു. റൈറ്റ് സൈഡ് ഒന്ന് കാണിച്ചു. അയ്യോ, അടുത്ത ആള്. ഇനി നിങ്ങളുടെ ഊഴമാണ്. നിങ്ങൾക്ക് വളരെ സ്നേഹത്തോടെ, ലോല എന്നാണ് പേര്, സ്നേഹത്തോടെ വിളിച്ച് കൂടെ കൊണ്ടുപോകാം. ഓക്കെ, വിളിച്ചോളൂ. ലോലാക്കാം എന്ന് പറഞ്ഞ് വിളിച്ചോളൂ. എല്ലാവരും ഒന്നിച്ചോളൂ. ഓരോ ആൾക്കും ഊഴം ഞാൻ പറയും. ആ, നിങ്ങൾ വിളിച്ചോളൂ. വിളിച്ചോ. അങ്ങനെ മാസ്റ്ററുടെ അടുത്തേക്കാണ് പോകുന്നത്. നിങ്ങൾ അങ്ങനെയല്ല, അവിടെ നിന്ന് അവരെ വിളിക്കുക. നിങ്ങളുടെ അടുത്തേക്ക്, നിങ്ങളുടെ കഴിവാണ്. നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ അണ്ടറിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾ ലോലയുടെ അടുത്തേക്കാണ് പോയത്, എന്നിട്ടും ലോല ഹാൻഡറുടെ അടുത്തേക്കാണ് പോയത്. സ്റ്റേ പറയുന്നു. നിങ്ങളുടെ സ്നേഹ പ്രകടനം കാണിക്കേണ്ടത് നിങ്ങളുടെ അടുത്തേക്ക് ലോലയെ നിങ്ങളെ ആനയിച്ചു കൊണ്ടുവരണം. ഓക്കെ, വിളിച്ചോളൂ. അങ്ങോട്ട് പോകരുത് കേട്ടോ. നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ അത് ഹാൻഡറിന്റെ അടുത്തേക്കാണ് വരുന്നത്. നെക്സ്റ്റ്, അടുത്ത ആള് കം എന്ന് പറഞ്ഞ് വിളിക്കടാ. ഉറക്കെ വിളിക്കും. വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. കേരള പോലീസിന്റെ ഡോഗാണ്. കളവ് കേസിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഡോഗാണ്. കിട്ടിയാൽ ഒരു ഡോഗ്, അതും കേരള പോലീസിന്റെ ഡോഗ്. ഓക്കെ, മോൻ വിളിച്ചോളൂ. അടുത്ത മോൻ വിളിച്ചോളൂ. ഇവിടെ ലോല പേര് വിളിച്ചോ. ഒരു രക്ഷയില്ല. മനസ്സിലായില്ലേ? ഒരു രക്ഷയില്ല. അത് തന്റെ യജമാനന്റെ കൂടെ മാത്രമേ പോകുകയുള്ളൂ എന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, താങ്ക് യു. നിങ്ങൾ പലപ്പോഴും പത്രങ്ങളിൽ, ടിവികളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, പല സ്ഥലങ്ങളിൽ ബോംബ് ഭീഷണി വരുന്നു. റെയിൽവേ സ്റ്റേഷൻ, കളക്ടറേറ്റ്, അങ്ങനെ പല ഓഫീസുകളിലൊക്കെ ബോംബ് ഭീഷണി വരുന്നു. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അവിടെ ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് എത്രയും പെട്ടെന്ന് എത്തുകയും ഡിറ്റക്ട് ചെയ്യുകയും നിർവീര്യമാക്കുകയും ഒക്കെ ചെയ്തതായിട്ട് നിങ്ങളെ പത്രങ്ങളിലും ടിവിയിലൊക്കെ ന്യൂസ് കണ്ടിട്ടുണ്ടാവും.
അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ്. ഈ നിരത്തി വെച്ചിരിക്കുന്ന ബോക്സുകളിലൊന്നിൽ വളരെ മാരകമായ ഒരു എക്സ്പ്ലോസീവ് വസ്തു വെക്കുകയാണ്. അത് എത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ കണ്ണൂർ സിറ്റിയിലെ സുന്ദരി ലൗലി കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് വളരെ കാണുമ്പോഴൊക്കെ വളരെ ക്യൂട്ടാണ്, എടുത്തിട്ട് പോയേക്കാന്നൊക്കെ തോന്നും, വളരെ സുന്ദരിയാണെന്നൊക്കെ തോന്നും. പക്ഷേ 9 മാസം ട്രെയിനിങ് പൂർത്തിയാക്കിയ ഈ സുന്ദരി എത്ര ഭംഗിയായിട്ടാണ് തൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നത്. ഇതാ യൂണിഫോം ധരിക്കുകയാണ്. യൂണിഫോം ധരിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, ഡിറ്റക്ഷൻ. നോക്കാം ഇവിടെ ഓരോ ബോക്സുകളും വളരെ ശ്രദ്ധയോടെ മണത്ത് പോവുകയാണ്. എന്തോ ഒരു സംശയം തോന്നിയിട്ടുണ്ട്. മണത്ത് കഴിഞ്ഞു. എൻ്റെ യജമാനെ നോക്കിയാണ്. അപ്പം നമുക്കൊന്ന് നോക്കിയൂടെ. യജമാനൻ പോകുന്നു. ബോക്സ് ഓപ്പണായി. എന്തായാലും ലൗലിക്ക് കൺഫ്യൂഷനൊന്നുമില്ല. ഓക്കെ അല്ലേ? അതിനകത്ത് പലതുണ്ടാവും. ഉണ്ട്, ഒന്നെടുത്ത് കാണിച്ചു കൊടുക്കാം. എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനി പിന്നെ പ്ലേ ആണ്. ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ ബോൾ കിട്ടി. യജമാനൻ ഒരു ബോൾ തന്നു. അതിൻ്റെ സന്തോഷം കാണിക്കുകയാണ്. ഇതാ ഒരു സ്ഫോടക വസ്തു അതിനകത്തുണ്ടായിരുന്നു. എനിക്ക് തെറ്റാം, നിങ്ങൾക്ക് തെറ്റാം, പക്ഷെ ഒരു കാരണവശാലും പോലീസ് ഡോഗുകൾക്ക് തെറ്റില്ല. നിങ്ങൾ എവിടെ എക്സ്പ്ലോസീവ് വസ്തു വെച്ച് കഴിഞ്ഞാലും അവ മണത്ത് കണ്ടുപിടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക. ഇത്രയും സുന്ദരിയായ ലൗലി ഇത്രയും ശ്രദ്ധയോടുകൂടി നിങ്ങളുടെ മുന്നിൽ വെച്ച് ഒരു ഇത്രയും വലിയൊരു എക്സ്പ്ലോസീവ് ഡിറ്റക്ട് ചെയ്തിട്ട് അതിന്റെ ആ ഒരു സന്തോഷം ഒന്ന് കാണിക്കാം. അടുത്തത് റഫ്യൂസൽ മാർച്ച്. അപ്പോട്ടാണ് ആരാണ്? ഒരാൾ വന്നോളൂ. ഒരാള് പുറത്തു നിന്ന് ഒരാൾ വന്നോളൂ. ഫുഡ് കൊടുത്തോളൂ. ആരാ വരുന്നേ? എന്താ മോനെ പേരെന്താ? അമല് സ്നേഹത്തോടെ ഓരോ ഡോഗുകൾക്കും അടുത്ത് പോയിട്ട് ആ ഫുഡ് കാണിച്ചു കൊടുക്കുക. അപ്പോൾ കിട്ടിയാൽ ഒരു ഡോഗ്. ഓക്കെ. അമല് വളരെ സ്നേഹത്തോടെ ഓരോ ആൾക്കും ഫുഡ് കൊടുക്കുകയാണ്. അടുത്ത ആള് തുടർന്ന മോനെ കൊടുത്താൽ മതി. ഒരാൾ കഴിക്കുന്നില്ലെങ്കിൽ അടുത്ത ആളിലേക്ക് പോവാം. കാരണം അങ്ങനെ പറയാൻ കാരണം നമ്മൾ അവരെ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ ഡോഗുകളാണ് പിന്നെ അവരുടെ മെന്റാലിറ്റിക്ക് മാറ്റം വരണ്ടെന്ന് ഓർത്തിട്ടാണ്. ഓക്കെ അമലെ, രക്ഷയില്ല. ഇപ്പോൾ ഡോഗിനെ കിട്ടില്ല. ഓക്കെ, താങ്ക് യു മോനെ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇനി ആരെങ്കിലും ഡോഗിന് ഫുഡ് കൊടുക്കാൻ? ഒരു ഫോഴ്സിലുള്ളവരുടെ ആ ഒരു ദേഷ്യമൊക്കെ ചിലപ്പോൾ അവർക്കും കാണും. കാരണം നമ്മളെ കൂടുതലായിട്ട് നിർബന്ധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഓക്കെ, രക്ഷയില്ല. ഇനി അവരുടെ ഓക്കെ റെഡി, കൊടുത്തോളൂ. നോക്കൂ, ഇത്രയും രുചികരമായ ഫുഡ് വളരെ സ്നേഹത്തോടെ അവരുടെ യജമാനന്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ അവരുടെ സ്നേഹം ഇവിടെ കാണാം. ഒരു നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. ഓക്കെ, അറ്റൻഷൻ, ബ്രേക്ക് ഓഫ്. ശ്വാനസേന എത്തുന്നത് വരെ നിങ്ങൾ അവ തൊടാതിരിക്കുക. കാരണം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാണ്. ഒരു കള്ളനും കൊണ്ടുപോകില്ല, കണ്ടുപിടിക്കും. കേരള പോലീസ് സംഭവ സ്ഥലത്തെത്തും, ഡോഗ് സ്ക്വാഡ് സംഭവ സ്ഥലത്തെത്തും, കണ്ടുപിടിച്ചിരിക്കും. നിങ്ങൾക്ക് ഗ്യാരണ്ടിയാണ്. അതിനുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ 5 6 ടവൽ ഇടുന്നു. ഈ ടവലിൽ കള്ളൻ, നമുക്കറിയാം, നമ്മൾ സാധാരണ സിനിമയിലൊക്കെ പറയാറുണ്ട്, ദൈവത്തിന്റെ ഒരു അറിയാത്ത ഒരു കൈ, ഒരു തെളിവ് എന്തെങ്കിലും അവശേഷിപ്പിച്ചിട്ടേ കള്ളം പോവുള്ളൂ എന്ന് പറയാറുണ്ട്. അതുപോലെ ഒരു കള്ളം വരികയാണെങ്കിൽ, സ്വർണം മുഴുവൻ എടുത്തിട്ട് പോവുകയാണെങ്കിൽ, ഒരാളെ കുത്തി കൊന്നിട്ട് പോവുകയാണെങ്കിൽ പിച്ചാത്തി അവിടെ വീണുപോയി, അല്ലെങ്കിൽ ടവൽ അവിടെ വീണുപോയി, അത് മതി ഡോഗിന്. അതിനുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ. ഓക്കെ, ആ ടവൽ ഇട്ടോളൂ. ഇവിടെ ഒരു കാര്യം ചേട്ടാ, അവരൊന്ന് മാറ്റും.
ഇങ്ങോട്ട് മാറിക്കാം, കുറച്ചൊന്ന് മാറിക്കാം. മറ്റ് സ്ട്രീറ്റ് ഡോഗുകളൊക്കെ, ചെറിയ ഡോഗുകളൊക്കെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, വളരെ മന്ദം പോയി ബോക്സുകൾ മണം പിടിച്ച് ഇരിക്കുകയാണ് ചെയ്തത്. ഒരൊച്ച പോലും വെച്ചില്ല. എന്താണ് കാരണം എന്നറിയോ? മുൻപ് കേരള പോലീസ് ഡോഗുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് സ്ഫോടക വസ്തുവിന് അടുത്ത് എത്തിക്കഴിഞ്ഞാൽ മണം പിടിച്ച് കുരക്കുകയാണ് ചെയ്തിരുന്നത്. കുരച്ചിട്ടാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുക. എന്നാൽ ഇത് തീവ്രവാദികൾ മനസ്സിലാക്കുകയും കുരച്ചാൽ പോലും ചെറിയ മൈന്യൂട്ടായ ശബ്ദത്തിൽ പോലും എക്സ്പ്ലോഷൻ നടക്കുന്ന വസ്തുക്കൾ കണ്ടുപിടിക്കുകയും ചെയ്തപ്പോൾ കേരള പോലീസും ട്രെയിനിങ് രീതി മാറ്റുകയും ഒച്ച വെക്കാതെ അടുത്ത് പോയി ഇരുന്നു കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്ത് ഹാൻഡലറെ കാണിക്കുന്ന രീതി അവലംബിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ചില ഘട്ടങ്ങളിൽ ഇതുപോലെ ഹാൻഡലർക്ക് സംസാരിക്കാതെ ആക്ഷൻ കൊണ്ട് മാത്രം ഡോഗുകളെ മനസ്സിലാക്കേണ്ട അവസ്ഥ വരും, ഉണ്ടാവാം. അങ്ങനെയുള്ള ഒരു ഡെമോൺസ്ട്രേഷനാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, സ്റ്റാർട്ട്. ഹാൻഡലർ സിറ്റ് ചെയ്തു. വെരി ഗുഡ്. എല്ലാവരും ക്ലാപ്പ് കൊടുക്കുക. ഇത്രയും നല്ല, വളരെ എത്ര മനോഹരമായിട്ടാണ് സ്പീക്ക് ചെയ്യുന്നു. തൊഴുതിരിക്കുന്നത് കൊണ്ടോ വളരെ ഭംഗിയായിട്ട്. നമ്മളൊരു 10 മിനിറ്റ് വൈകുന്നേരം വിളക്ക് വെച്ച് ഇതുപോലെ ഇരിക്കാൻ പറഞ്ഞ ആരെങ്കിലും ഇരിക്കുമോ? ഡോഗ് ഇതാ എത്ര ഭംഗിയായിട്ടാണ് ഇതാ തൊഴുതിരിക്കുന്നത്. എന്താ നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക. ഗുഡ് 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 ഗുഡ്. വെരി ഗുഡ്.